മഴ പെയ്യുന്നു. മഴ മാത്രമേയല്ല, ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിന്റെ വെളുത്ത മഴ. മഴ ഉറങ്ങി. മഴ ചെറുതായി. രവി ചാഞ്ഞു കിടന്നു. അയാൾ ചിരിച്ചു. അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം. ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി. രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു. മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി. ബസ് വരാനായി രവി കാത്തുകിടന്നു. ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ അഥവാ OV വിജയൻ മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും പത്രപ്രവർത്തകനും കാർട്ടൂണിസ്റ്റുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്ന നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. 1969 പ്രസിദ്ധീകൃതമായ ഈ നോവൽ അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുകയുണ്ടായി. പ്രമേയം, നായക സങ്കല്പം എന്നിവയിലുണ്ടായ തിരഞ്ഞെടുപ്പുകളായിരുന്നു ഇതിന് കാരണം. ഇരുണ്ടയിടങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച നെഗറ്റീവ് ഇമേജുള്ള നായകന്മാർ അതുവരേക്കും മലയാള സാഹിത്യത്തിന് അന്യമായിരുന്നു. അക്കാലമത്രയും ആദർശവാന്മാരും ധീരരുമായ നന്മയുടെ വിളനിലങ്ങളായ നായകന്മാരായിരുന്നു മലയാള സാഹിത്യ ലോകത്ത് വിരാജിച്ചിരുന്നത്. അതിനാൽ തന്നെ ഖസാക്കിനെതിരെ, OV വിജയനെതിരെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പിന്നീട് പുതിയ തലമുറ ഖസാക്കിനെ ഏറ്റെടുക്കുകയും വായിക്കപ്പെടുകയും ചെയ്തു. പാലക്കാടൻ ചുരത്തിന്റെ അടിവാരത്തെങ്ങോ ഉള്ള ഗ്രാമമാണ് ഖസാക്ക്. ചുരം കടന്നുവരുന്ന പാലക്കാടൻ കാറ്റ് ചൂളം കുത്തുന്ന കരിമ്പനകൾ നിറഞ്ഞ ഖസാക്ക് പരിഷ്കാരം തീരെ ബാധിക്കാത്ത റാവുത്തന്മാരുടെയും തീയന്മാരുടെയും ഗ്രാമമാണ്. ശതലിമലയുടെ മിനാരങ്ങളിൽ കണ്ണും നട്ടുകിടക്കുന്ന അറബിക്കുളത്തിലും രാജാവിന്റെ പള്ളിയിലും ഷെയ്ഖിന്റെ കല്ലറയിലും പോതി കുടി പാർക്കുന്ന പുളിങ്കൊമ്പത്തുമെല്ലാം ചരിത്രങ്ങളും മിത്തുകളും ഒളിപ്പിച്ചു വെച്ച ആ ഗ്രാമത്തിലേക്ക് സർക്കാരിന്റെ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുവാനെത്തുന്ന രവിയിൽ നിന്ന് കഥ ആരംഭിക്കുന്നു. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം എന്ന മാന്ത്രിക വരയുടെ അവാച്യമായ സർഗ സൗന്ദര്യത്തിന്റെ നിറവിലൂടെയാണ് OV വിജയന്റെ ആദ്യ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം ആരംഭിക്കുന്നത്. രവി, മൈമൂന, അള്ളാപ്പിച്ച മൊല്ലക്ക, അപ്പുക്കിളി, സെയ്ദ് മിയാൻ ഷെയ്ഖ്, നൈസാം അലി എന്നിവർ ഖസാക്കിന്റെ ഇതിഹാസം എന്ന രചനയെ പൂർണ്ണതയിലെത്തിക്കുന്നു. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് രവി. രവി ഖസാക്കിലെത്തുന്നതോടുകൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രമാണ് മൈമൂന. മലയാള സാഹിത്യ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് മൈമൂന എന്ന കഥാപാത്രത്തിലൂടെ OV വിജയൻ ഒരു കഥാപാത്ര സൃഷ്ടിയെ ആവിഷ്കരിക്കുന്നത്. മറ്റൊരു കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക. അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ഈ ഒരു നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.